കാലൊന്നും എടുത്ത് മാറ്റിയടാ. ഇതേ കടുപ്പവും മധുരവും കറക്റ്റ് ആണെന്ന് നോക്കട്ടെ. ഞാൻ ഈ അടുക്കള വഴി നടക്കാത്ത ആളായോണ്ടേ ഒരു ചായ കുടിക്കണമെന്ന് പറയുമ്പോ എന്ത് ചെയ്യും? ജെസ്സിയോ? അവളിന്ന് വൈകിട്ടേ വരുള്ളൂ. ഒരു കല്യാണത്തിന്റെ മേക്കപ്പ് ഉണ്ട്. എന്നാ പിന്നെ ഇത് വേണ്ടായിരുന്നല്ലോ. ആ പരിപാടി നിർത്തിവിടാ. അന്നത്തോടുകൂടി വീട്ടിലെ പരിപാടി നിർത്തി. ഇപ്പൊ ചായ കുടി തൽക്കാലം. പരിക കുറെ നേരം വരെ അതിലിട്ട് നോക്കിയിരിക്കണം. ആ ചായ എടുത്ത് കുടിക്കാം. അതേ ഞാനേ എന്താ നമ്മുടെ ആ വെളുത്താട്ടിലെ ഷെരീഫും ഇവരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളാ പോയി കണ്ടേക്കണത്. യാത്ര പോയിട്ടേ ഇത് നോക്കി നോക്ക്. നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളപ്പോ ഇതൊക്കെ എന്താ ഭംഗി നോക്കി. അവന്മാരെ എല്ലാ വർഷവും പൈസ പിരിവിട്ടിട്ടുണ്ടല്ലോ. ആ പറമ്പിലിരിക്കുന്ന പിള്ളേരില്ലേ, അവരൊരു ടെമ്പോ ട്രാവലർ എടുത്തിട്ട് ഗ്യാസും ഫുഡും ഒക്കെ കയറ്റിട്ട് ഒരു പോക്കാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് അവന്മാര് തിരിച്ചു വരുള്ളൂ. എല്ലാ വർഷവും പോകും. എന്താ നമ്മള് മാത്രമുള്ള ഇവിടെ കിടന്ന് ഇങ്ങനെ കെട്ടി തിരിയണതേ. ആൾക്കാരൊക്കെ എവിടേക്കൊക്കെ പോണില്ല. എങ്ങനെ പറ്റണെന്നാ ഞാൻ ആലോചിക്കുന്നത്. വേണമെന്ന് വിചാരിച്ചൊക്കെ നടക്കുന്നു. വിചാരിക്കണില്ലല്ലോ. കിടപ്പ് നോക്കി മഞ്ഞും പാറപ്പുറത്ത് കിടക്കണണ്ട. ഞാനൊക്കെ എവിടൊക്കെ പോയെന്നറിയോ? നേരെ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ അറബിക്കടല്, കിഴക്കോട്ട് പോയാൽ തെമ്മല, തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ബാലരാമപുരം, നേരെ വടക്കോട്ട് പോയാൽ തൃശ്ശൂര്, അല്ലെങ്കിൽ പട്ടാമ്പി. നാടൻ പട്ടി കയറുകൊണ്ട പോലെയാണ്. പക്ഷെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിക്കണു. ഞാന് ഇവിടെ കോഴിക്കോട് പോയിട്ടുണ്ട്. കോഴിക്കോടാ? ഇവിടുത്തെ പിള്ളേർക്ക് അലുവ തിന്നോന്ന് തോന്നിയാ കോഴിക്കോട് പോയി മേടിച്ചോന്ന് തിന്നണ കാലമാണ്. അങ്ങനെയുള്ള ഒരു അല്ല നമ്മളെ പോലുള്ളവരാ പറഞ്ഞത്. കോഴിക്കോട്ടേക്ക് എന്തിനാ പോയത്? കോഴിക്കോട് അവിടെ ഒരു മറ്റേ നമ്മളുടെ റസിയാടെ ബന്ധത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് പോയതാണ്. ഏടെ ചെങ്ങായി കല്യാണത്തിന് ഈ മരിച്ചോടത്തേക്കൊക്കെ പോവാ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക, അത് അതേപോലെ അങ്ങോട്ട് തിരിച്ചു വരിക. എന്ത് കാഴ്ച കാണുന്നു? കാഴ്ച കാണാനില്ല, പോയിണ്ട് പറയാൻ. നല്ല ദൂരത്തേക്കൊക്കെ പോയിണ്ട് പറയാൻ. കോഴിക്കോട് തന്നെ വലിയ ദൂരേ. നമ്മൾ പോണെങ്കിൽ ടൂറ് പ്ലാൻ ചെയ്തിട്ട് പോകണം. മനസ്സിലായി? ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടി അങ്ങോട്ട് പോകണം. എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോരണം. 3/4 ഒക്കെ ഇട്ട് ആ കടലിലൊക്കെ കിടന്നൊന്ന് മറിഞ്ഞ് 3/4 എന്താണ് അത്? ഈ മുട്ടുകാലിന്റെ കീപ്പോട്ട് ഇറക്കമുള്ള ഒരു ട്രൗസറിന്റെ പേരാണ്. മുറിപ്പേന്റ് അല്ല, നമ്മുടെ 3/4 എന്നൊക്കെ പറഞ്ഞു. മീൻ കച്ചവടക്കാരല്ലേ, ഞാൻ തയ്ച്ചു കൊടുക്കണല്ലേ. ഈ ഗവി നല്ല സ്ഥലമുണ്ടല്ലോ. ശരിയാണ്. പിന്നെ സൂപ്പർ അല്ലേ? പത്തനംതിട്ടയിലാണ്. മറ്റാ സിനിമയിലുള്ളല്ലേ? എന്താ ഗംഭീര സ്ഥലല്ലേ. അതുപോലെ കുട്ടിക്കാനം നല്ല തണുപ്പ് മഞ്ഞ് 2 ഇട്ടിട്ട് സൂപ്പറായിരിക്കും. ഈ വെയിലത്ത് എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? അതിരമ്പിള്ളി പോയി മുങ്ങി അങ്ങോട്ട് കിടക്കണം വൈകുന്നേരം. ഒരേ ബിയറൊക്കെ അങ്ങോട്ട് വിട്ട് അടിപൊളി. അല്ല ഞാൻ പറഞ്ഞതേ, ഇതിപ്പോ നമുക്ക് ഇവിടുന്നൊക്കെ എങ്ങനെ പോവാൻ പറ്റും? ഇപ്പൊ റസിലുള്ളിടത്തോളം കാലം ഇക്കൊരു വൈക്ക് പോവാൻ പറ്റൂല. നടക്കണോ? പിന്നെ ആ റസിയാനൊരു വിഷം വെച്ച് കൊന്നാ പോരെ? നമുക്ക് കൊല്ല ഞാൻ റസിയോളത്തോളം കാലം പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പോകണ്ടേ? ഓളുള്ള കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണത്. നമ്മളീ ഭാര്യമാരെയും പൊത്തിപ്പിടിച്ച് വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല. എങ്ങാടെങ്കിലും ഒക്കെ പോകണം. ഞാൻ പണ്ട് നല്ലോണം പോയിരുന്ന വെച്ചാൽ നമ്മുടെ കമ്പനിക്കാരെ കൂടിയൊക്കെ ഈ മുതല് തലയൊക്കെ എറിയ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി അപ്പൊ തന്നെ ഒരു ഉള ചുരിദാറുണ്ട്, അതും കുടഞ്ഞു കൊടുത്തിട്ട് എവിടെ പോണു ഞാനതോടെ ആ പോക്കും നിർത്തി. ഇവിടെ ഇരുന്നാ കുഴപ്പമില്ല. അല്ല അതിപ്പോ നമ്മുടെ സ്ഥിതി എന്റെ കൂടെ വന്നില്ല വെച്ചെങ്കിലും എങ്ങടാ പോണ്, എവിടുക്കാ പോണ്, എപ്പോഴാ വരും ഒക്കെ അറിയണേ. പിന്നെ എങ്ങനെയാണ് ഈ മൊബൈലും കൂടി വന്നപ്പോ തീർന്നു. നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? എവിടേക്കെങ്കിലും പോവന്നെ. എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാല് അല്ല എവിടേക്ക് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ഒരു ദിവസമല്ല, ഒരു 2-3 ദിവസം നമുക്ക് എന്റെ ചെങ്ങായി. 3 ദിവസം? പിന്നെ 3 ദിവസം ഇല്ലാതെ എന്താ ടൂറ്? എന്താ അങ്ങനെ നടക്കണ ഒരു വീട്? ഞാനും റെഡിയാണ്. ഇവര് പേടിയാണ്. നമ്മുടെ ചെറായില്ലേ, ചെറായി ബീച്ച്, അവിടെ സായിപ്പും മിസ്സിമാരും വന്ന് കിടക്കണ കാണണം. പെറ്റ തള്ള സഹിക്കൂലാട്ടാ. അവര് മറ്റേ 2 പീസ് ഒക്കെ ഇട്ടിട്ടേ ഒരു അത് സൺബാത്ത് ഉണ്ട്, വെയിൽ കൊള്ളാൻ വേണ്ടി. ചെറായില് എറണാകുളത്ത് ഒരു ബീച്ചുണ്ട്, മനസ്സിലായ? അങ്ങനെയൊക്കെ കൊടുക്കുവോ? അങ്ങനെയൊക്കെ കിടക്കുവന്നാ. നമ്മ TV കാണുന്നവരല്ല, നമുക്ക് ചെന്ന് പക്കിനിരുന്ന് അവര് മൈൻഡ് ചെയ്യാനൊന്നുമില്ല. ജോസുട്ടേ, ഈ പോക്ക് എന്തായാലും നമുക്ക് അവിടെ പോകണം. ഇന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഇതൊന്ന് കണ്ടെത്തി. അത് ഞാൻ പറഞ്ഞു തരാം. അല്ല നമുക്ക് ഡേറ്റും പോണ സ്ഥലവും ഞാൻ ഫിക്സ് ചെയ്തിട്ട് പറയാം.
എന്താന്നറിയില്ല, ഭയങ്കര തലവേദന. തലവേദന? ഓ, വെയിലുണ്ടോ? വെയിലുണ്ടോന്നില്ല, പണിക്കൊന്നും പോണില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി ബാം എടുത്തിട്ട് വരാം. വാമൊന്നും മാടാന്ന്, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്നാ പിന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാം. ഇങ്ങനെ തലവേദന ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. എടി മല്ലിക, ഇത് ഡോക്ടറെ കാണേണ്ട അസുഖമല്ല, ഇത് മനസ്സിനാണ്. ആ ആ ആ ആ എന്നാ പിന്നെ നമുക്ക് പോയി സൈക്കാട്രിസ്റ്റിനെ കാണാം. സൈക്കാട്രിസ്റ്റ് അതിന് മനസ്സിന് അസുഖമുള്ളവരൊക്കെ ആ ഡോക്ടറെ പോയി കാണുന്നത്. മനസ്സിന് അസുഖം നിന്റെ അച്ഛന്. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്താ അവൾ അച്ഛനെ പറ്റി പറഞ്ഞത്? കണ്ടാ, എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ഇവിടെ. ഒന്നുമില്ല, തലവേദനയാണ് പറഞ്ഞാണ് ഞാനേ. എടീ, ആ തലവേദനയുടെ കുഴമ്പെടുത്തൊന്ന് പരട്ടി കൊടുക്ക്. അതൊന്നും വേണ്ടെന്ന്, ഇത് മനസ്സിന്റെ അസുഖമാണത്രേ. എന്തോന്ന്? ഒന്നുമില്ലാന്ന്, ഞാൻ എന്റെ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനസ്സ് വിഷമിച്ചതാണ്. വേറെ അത്രയ്ക്ക് എന്താ, ഒരച്ഛണ്ട്, യാതൊരു കാര്യമില്ല, വെറുതെ ഒരു ഉപകാരം ഇല്ലാത്ത ഒരച്ഛൻ. എടാ, നീ തന്നെ നിന്റെ അച്ഛനെ പറ്റി ഇങ്ങനെ പറയണം. എടാ, നിന്നെ ഇത്രയും മാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരു അച്ഛൻ വേറെ ഒരുത്തർക്കും കിട്ടി കാണത്തില്ല, അറിയാമോ? മുതുകത്ത് കഴിച്ചിരുത്തി ആന കളിപ്പിക്കും, പാളയിലിരുത്തി വലിപ്പിക്കും, ചക്കര മുട്ടായി, നൂലുമുട്ടായി എല്ലാം കൊണ്ട് തരുമായിരുന്നു. നിനക്കറിയാമോ? ദൈവമേ, ഇത്രയും തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള മനുഷ്യൻ ഈ ലോകത്തുണ്ടായി കാണുമോ? പിന്നെ ഒരു അളിയുണ്ട്, ഒരു കുരുത്തം കെട്ട സാധനം, ഒരു പെങ്ങള്, എല്ലാവർക്കും എൻ്റെ പൈസ മതി. പൈസ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. ഒരാൾക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ സംഭവമില്ല. എന്താ ചെയ്യുക? പിന്നെ എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു സമ്മത വീട് കാണും. എനിക്കാണെങ്കിൽ അതുമില്ല. രാഖിരാമാനെ വിളിച്ചിറങ്ങേണ്ടി വന്നിട്ടില്ലേ? ഞാൻ അവരെ കുറ്റം പറയാത്തൊന്നുമില്ല. അല്ല, ഞാൻ പറയാ. പിന്നെ ആകണ്ടായിരുന്ന ഒരു കടപ്പാടം, അതും പണയത്തിലായി. കൊടീശ്വരനാകാൻ വേണ്ടിട്ടല്ലേ ആർത്തി മൂത്തോട്ട്? അതെ, ഇതെല്ലാം കൂടെ ആലോചിച്ച് നോക്കിയപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഇതിനെ മുകളിലെങ്ങാനും കെട്ടി തൂങ്ങി ചത്തലോന്ന് ആലോചിക്കും ചില നേരത്ത്. പിന്നെ എളുപ്പമായല്ലോ, ഒരു കാര്യം അറിയണ്ട. ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ട് നിനക്കൊക്കെ തൂങ്ങിയാ മതിയല്ല. അല്ല, ഞാൻ എൻ്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നമ്മുടെ ജോസൂട്ടി എടുത്ത് പറഞ്ഞപ്പോഴേ, അല്ല ജോസൂട്ടി പറയണേ. എന്തോന്ന്? ഒരു കാര്യം ഇവിടെ കേൾക്കണ്ടേ? ജോസൂട്ടിയുടെ ഓരോരോ കാര്യം ഒപ്പിച്ചുണ്ടാവും വന്നിട്ടുണ്ട്. ഉണ്ടായതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതേന്ന് അവനോട് ഞാനും പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ഓരോ ഗുലുമാലിൽ ചെന്ന് ചാടണ്ടല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തരക്കില്ലാന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേന്റെ അടുത്തും മല്ലികയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പറ്റൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, അടുത്ത എന്തിനാ? അല്ല, അവൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഈ വയനാട് ഒരു സിദ്ധൻ ഇത്ര സിദ്ധൻ. അപ്പൊ നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ പുള്ളി മൂപ്പിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി എന്തൊക്കെയോ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് കുറെ ആളുകൾക്കൊക്കെ എന്തൊക്കെയോ പരിഹാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടടോ, അതൊന്നും കാര്യമില്ല, ഞാൻ എന്തായാലും ഈ മാതിരിയൊക്കെ തന്നെയാണ്, അത് അങ്ങനെ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുകയും ചെയ്തു. അത് കൊള്ളാന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്ത്? അല്ല, സിദ്ധന്മാർ അത് പാട്ടൊക്കെ വയനാടാണ്. അയ്യോ, അങ്ങനെ പറയരുത്. സിദ്ധന്മാരാണ്, കാര്യം സാധിച്ചിരിക്കും. എന്താ പോ? എനിക്ക് തോന്നണമ്മ, നമ്മൾ എന്തൊക്കെ വഴികൾ നോക്കി ഒന്ന് രക്ഷപ്പെടാനായിട്ട്. അതെ ഏട്ടാ, നീയിപ്പോ ആ സിത്തിനെ ഒന്ന് പോയി കാണ്. ജോസൂട്ടി ഇത്ര ഉറപ്പില് പറയുന്ന സ്ഥിതിക്ക് ഒന്ന് പോയി കാണ്. ഒരു സ്ഥിതിക്ക് ഉറവില്ല, അതൊന്നും പോണ്ടാന്ന്, അത് നടക്കില്ല. കണ്ടോ, നല്ല കാലം വരാൻ പോവാണ്, അതാണ് ഏട്ടൻ ഇങ്ങനെ എതിർക്കണത്. എന്തായാലും സിത്തിനെ പോയി കാണണം. വയനാടാകുമ്പോ ഒത്തിരി ദൂരം ഉണ്ടല്ലേ? ദൂരമുണ്ട്, 2 ദിവസം പിടിക്കുവേ. അല്ല, അതൊന്നും സാരമില്ല. ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ സാധിക്കൂ. മക്കൾ ശരിയാണ്. നിങ്ങൾ രണ്ടാളും പറയണപ്പോ ഞാൻ വയനാട്ടിലേക്ക് പോണെന്നാണ്. പോണം. പോ മോനെ. എന്നാ പിന്നെ പോവന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും കഴിക്കെടുത്തേക്ക്, ഭയങ്കര വിശപ്പുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ കഴിക്കാൻ വിളിച്ചപ്പോ വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട്? ശരിയാണല്ലോ, അത് നേരത്തെ വിശപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ സിദ്ധന്റെ കാര്യം പറഞ്ഞോണ്ടായിരിക്കും പെട്ടെന്ന് വിശപ്പ് വന്നു.